ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒട്ടും എണ്ണയില്ലാതെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന അത്രയും ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കല്ലേ. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം അരക്കപ്പ് അളവിൽ ഒരു ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം ഒരു 3/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ അളവിൽ റവയും 3/4 കപ്പ് അളവ് തന്നെ മൈദയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അരക്കപ്പേ ചേർത്തിട്ടുള്ളൂ. ബാക്കിയുള്ള പൊടി ഞാൻ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ഒരു 1/4 കപ്പും കൂടി. അപ്പം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പം അത്യാവശ്യം നല്ലപോലെ ടൈറ്റ് ഒന്നും ആവാതെ തന്നെ കേട്ടോ നമുക്ക് ബാറ്റർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 1/4 കപ്പ് പൊടിയും കൂടി വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഏകദേശം നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ, മാവാണ് കേട്ടോ നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ച് നോക്കുക. അപ്പോൾ നല്ലൊരു ലൂസായിട്ടുള്ള എന്നാൽ നല്ലപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും. ആ ഒരു സമയത്തിൽ ഞാൻ പൊട്ടാറ്റോ ഉണ്ടോ അതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറഞ്ഞ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള കേട്ടോ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ തന്നെ കുറച്ച് ക്യാബേജും കൂടി നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഓവറൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് മാത്രം മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നല്ല കൊഞ്ഞു പോവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പൊട്ടാറ്റോ കേട്ടോ അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പുഴുങ്ങിയെടുത്താലും പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ പകുതി ഭാഗം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറഞ്ഞളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനെഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1-2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സിയിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഏകദേശം ഒരു തിക്കായിട്ടുള്ള മയണൈസിൻ്റെ ഒക്കെ ഒരു തിക്നെസ്സിൽ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ്റെ ഫില്ലിങ്ങിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മയണൈസും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്നൊരു പകുതി ഭാഗം എടുത്തിട്ട് നമ്മളിതുപോലെ ഒരു ബോൾസ് ആക്കിയതിന് ശേഷം അത്യാവശ്യം കുറച്ച് പൊടി ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പോൾ പൊടിയില്ലാതെ പരത്തിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ നല്ലതാണ്, എന്നാലും പൊടി ഇട്ടിട്ട് പരത്തുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക കേട്ടോ. നല്ല തിന്നായിട്ടല്ല, നമ്മൾ ഏകദേശം ഒരു കുബൂസ് പോലെയാണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു കട്ടിയിൽ, ഏകദേശം ഈ ഒരു കട്ടിയിൽ നമ്മൾ പരത്തിയെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ചെറിയ ചെറിയ പത്തിരിയാക്കിയിട്ടാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ചൂടായിട്ടുള്ള കല്ലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചുട്ടെടുക്കാം കേട്ടോ. നമ്മൾ ഏകദേശം ഒരു കുബൂസ് ചുട്ടെടുക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, അതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പെട്ടെന്ന് ഒരു 3-4 പ്രാവശ്യം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു 4 പ്രാവശ്യമൊക്കെ ചെയ്തെടുത്തതിന് ശേഷം ആണ് നമുക്ക് നല്ലപോലെ പൊള്ളി കിട്ടുക. ഒരു ഭാഗം ഒരുപാട് സമയം വെച്ച് നിന്നാൽ ഇത് ഹാർഡായിട്ട് പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എല്ലാം ഒന്ന് തിരിച്ചിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇതുപോലെ നമുക്ക് എല്ലാം നല്ലപോലെ പൊള്ളിയിട്ട് വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ നല്ലപോലെ ഒന്ന് പൊള്ളി വരും. എല്ലാം ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മയണൈസിൽ നിന്ന് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് കൂടി ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ മാത്രം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഇതുപോലെ സൈഡൊക്കെ ഉള്ള ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഒരു പാത്രം കൂടി വെച്ച് കൊടുത്താൽ ഇത് കുറച്ച് സമയം കഴിയുമ്പം അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ, പിന്നെ വിട്ടു പോരില്ല. മുകളിൽ ഞാൻ കുറച്ചൊരു ടൊമാറ്റോ കെച്ചപ്പും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി എണ്ണയൊന്നും യൂസ് ചെയ്യാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരം തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ.